മഞ്ജുചേച്ചി വളരെ നന്നായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിനെന്തെങ്കിലും അങ്ങനെ അതിന് വേണ്ടി ഡാൻസ് ഒക്കെ ഉള്ളത് കാരണം സംഭവിക്കുന്നതാണ്. വർക്ക്ഔട്ട്സ് വരുമ്പോഴേ ചോദിക്കണം എന്ന് വെച്ചാൽ ചോദ്യമാണ്. ആണോ? എക്സാക്ട്ലി. അതിന് വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര വർക്കൗട്ട് റുട്ടീനും അങ്ങനെയൊന്നുമില്ല. മഞ്ജുചേച്ചി പറയണ്ടായിരുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അമല മാമിനോട് വർക്ക് ചെയ്യാൻ. എൻ്റെ ഉള്ളിൽ നെഞ്ചിടി പറഞ്ഞിരുന്നു, അവരൊക്കെ സമ്മതിക്കുമോ, അവർക്കൊക്കെ നമ്മളെ അറിയുമോ, നമ്മളെങ്ങനെയാണ് അവർക്ക് തൃപ്തി ആയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള സംശയങ്ങളും പേടികളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ കഥ കേട്ട ഉടനെ വളരെ സന്തോഷത്തോടെ ഈ ഒരു തീരുമാനം ശരി ഞാൻ ചെയ്യാം എന്ന് പറയുകയായിരുന്നു എന്നാണ് പറഞ്ഞത് സോണി. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ 2 ദിവസം എടുത്തു ആദ്യം. അപ്പോൾ അത്രയും ഞാൻ അതാണ് ഈ ഒരു കഥ, അതിപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അമല മാം അങ്ങനെയൊന്നും ഒരിക്കലും അല്ല. ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അമല മാം ഇതിലേക്ക് വരാൻ സമ്മതിച്ചത്. അപ്പോൾ എനിക്ക് അമല മാം ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് എൻ്റെ എന്തോ ഒരു ഉത്തരവാദിത്തം പോലെയായിരുന്നു. ഇങ്ങോട്ട് അഭിനയിക്കാൻ വരുമ്പോൾ വേറെ ഒരു കുറവുകളൊന്നും ഉണ്ടാവരുത്, മാമിൻ്റെ ഭക്ഷണ രീതികൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ അതിനുശേഷം ഫോണിൽ കൂടി ഞാൻ സംസാരിക്കുകയും മെസ്സേജ് അയച്ച് ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്തിരുന്നു ഈ സമ്മതിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ വരുന്ന കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ഭയങ്കര ഒരു വെപ്രാളമായിരുന്നു. മാമിന് ഇവിടെ വന്നിട്ട് മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവരുത്, ഒരു അതൃപ്തിയും ഉണ്ടാവരുത് എന്നൊക്കെ. പക്ഷേ നമ്മളെക്കാളുമൊക്കെ എത്രയോ ഒരു ലാളിത്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഹോൾ യൂണിറ്റുമായിട്ടും ഞാനുമായിട്ടും ഒക്കെ ഇടപഴകുന്നതും ഒരു കൊച്ചു കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം മലയാളത്തിൽ അഭിനയിക്കാൻ വരുന്നതിൻ്റെ ഒരു പേടിയുണ്ടെന്നും അല്ലെങ്കിൽ മലയാള ഭാഷ ശരിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാത്തതിൻ്റെ ചമ്മലുണ്ടെന്നും ഒക്കെ വളരെ നിഷ്കളങ്കമായിട്ടാണ് എന്നോടൊക്കെ മാഡം പങ്കുവച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞാനും ഒക്കെ മുഴുവൻ സമയം കൂടെ ഉണ്ടായിരുന്നു. വക്കീൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ശക്തമായിട്ട് സംസാരിക്കുകയും നീണ്ട ഡയലോഗുകൾ പറയേണ്ടി വരും, വളരെ കടുകട്ടിയുള്ള വാക്കുകളൊക്കെ പറയേണ്ടി വരും. അപ്പം നമ്മളൊക്കെ വിചാരിച്ചത് ചിലതൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും മാമിന് മലയാളം പറയാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം. ഒരു വാക്ക് പോലും മാം മാറ്റാൻ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. എല്ലാ വാക്കുകളും അത് റൂമിലിരുന്ന് പഠിച്ച് എല്ലാം വളരെ തറവായിട്ടാണ് മാം ഓരോ ദിവസവും സെറ്റിൽ വന്നിരുന്നത്. മാമിന് മലയാളം അറിയാത്ത കാരണം ഒരു ഷോട്ട് പോലും നീട്ടി വെക്കേണ്ടിയോ അല്ലെങ്കിൽ വേറൊരു ദിവസം എടുക്കേണ്ടി വരികയോ വീണ്ടും ചിലതൊക്കെ 1-2 പ്രാവശ്യമൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു 5 പേജുള്ള ഡയലോഗൊക്കെ ഒറ്റ ഷോട്ടിലൊക്കെ പറഞ്ഞ് എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൈയടിച്ചു പോയി. അത് അത്രയും ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുമല്ലോ, ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ 100% കൊടുത്ത് അതിൻ്റെ അങ്ങേ അറ്റം വരെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ അതെ അങ്ങനെ അറിയാത്തൊരു ഭാഷയിൽ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഒരു നീളൻ ഡയലോഗുകൾ, അതും വക്കീലാവുമ്പോൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ വേണമല്ലോ പറയാൻ. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ കണ്ട് ആരാധന കൂടിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരുടെയും ഭയങ്കര ഒരു ഇഷ്ടം. അമല മാം സെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര പ്ലസൻ്റ് ആയിട്ട്. നമ്മൾ വിചാരിക്കും അയ്യോ അതിഷ്ടാവും ഇതിഷ്ടാവും, എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല, ഭയങ്കര ഒരു അക്കോമഡേറ്റിംഗ് ആയിട്ട് എന്തിനോടും വളരെ എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു പ്രകൃതമായിരുന്നു, ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാം പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും 2 ദിവസം എന്തോ ഒരു കുറവ്, എന്തോ നമ്മൾ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ അമല മാം ആണെങ്കിലും ഷെയ്ൻ ആണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഭയങ്കര ഒരു കോമ്പറ്റീഷനായിട്ട് അത്രയും ശക്തമായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളറിയാതെ നമ്മളും അതിന് റിയാക്ട് ചെയ്താൽ മതി, വേറെ ഭയങ്കരമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു 2 നല്ല കലാകാരന്മാരുടെ കൂടെയാണ് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത്. അത് ഇവർ 2 പേരും മാത്രമല്ല, ഈ സിനിമയിൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ട്. ഈ ഒരു 3 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ നീങ്ങുന്നത് എന്ന് മാത്രം. അപ്പോൾ എന്നെ 2 അനുഭവങ്ങളായിരുന്നു. ഒന്ന്, അമല മാമിൻ നമ്മൾ കണ്ട് ആരാധിച്ചിരുന്നൊരു വ്യക്തിയുടെ കൂടെ അഭിനയിക്കുന്നു. ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റുന്നൊരു കലാകാരനാണ്. അപ്പോൾ അവരുടെ രീതികളും ഒക്കെ നമുക്കും അതൊക്കെ അവരിൽ നിന്ന് പഠിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഫസ്റ്റ് കണ്ടപ്പോൾ എന്തായിരുന്നു, അതായത് ആദ്യമായിട്ട് നേരിട്ട് ഞാൻ വിറച്ചിട്ടാണ് ഞാൻ മാം പറഞ്ഞിട്ട് ഭയങ്കര മാമിനോട് കൂടെ വർക്ക് ചെയ്യാൻ
വരാൻ സമ്മതിച്ചതിലുള്ള സന്തോഷവുമാണ് നന്ദിയുമാണ് ഞാൻ ആദ്യം അറിയിച്ചത്. മാം എന്നോട് ഏറ്റവും ആ മാമിൻ്റെ ആ ഒരു പ്രസന്നമായിട്ടുള്ള ചിരി വെച്ചിട്ട് എനിക്കാണ് ഏറ്റവും സന്തോഷം മഞ്ജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് പറയാനുള്ളൊരു വലിയ മനസ്സാണ് മാം ആ സമയത്ത് കാണിച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ അവരിൽ നിന്നും കണ്ടു പഠിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നതൊക്കെ അതൊക്കെയാണ് ഞാൻ കണ്ടു പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അവരൊക്കെ അത്രയും വലിയ താരങ്ങളായിരുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് അതൊക്കെ. അമല എന്ന് പറയുന്നത്